ഹലോ വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് ഞങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ ആണ്. മാർച്ച് 27 ഞങ്ങളെ ആനിവേഴ്സറി ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് 3 ഇയേഴ്സ് അടിപൊളിയായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സെലിബ്രേഷനായിട്ട് നമുക്ക് നോമ്പൊക്കെ അല്ലേ, അപ്പോൾ പുറത്തുനിന്ന് നോമ്പ് തുറക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു ബൊഫെ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു. അവനക്കൊരു ഇഫ്താർ പാർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അവനെ ഇറക്കി കൊടുത്തിട്ട് നമ്മൾ നേരെ ഈ ഒരു സഫാരി മോളിലേക്ക് വന്ന് കുറച്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റുവ ബേബിക്ക് ഷൂവും പിന്നെ ഹെയർ ബോ അങ്ങനത്തെ കുറച്ച് ഐറ്റംസും എനിക്കും ഷോള് ക്ലിപ്പ് പിന്ന് അങ്ങനെയൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇക്കൊന്ന് ട്രിമ്മർ നോക്കണം എന്ന് പറഞ്ഞിട്ട് അത് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. റുവ ബേബിയുടെ ലുക്ക് എങ്ങനെയുണ്ട്? റുവ ബേബിക്ക് അടിപൊളി ക്യാപ്പ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഇത്ര കുട്ടി ക്യാപ്പ് കണ്ടിട്ടില്ല. കിട്ടിയപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ വാങ്ങിച്ചതാണ്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. അങ്ങനെ നമ്മൾ താഴെ എത്തിയിട്ട് താഴത്തുനിന്നും കുറച്ച് ഗ്രോസറി ഐറ്റംസും കാര്യങ്ങളും വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി വാങ്ങിച്ചിട്ട് ഇതേ ബില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് തലശ്ശേരി റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ നോമ്പ് തുറക്കുന്നത്. അപ്പോൾ ഏകദേശമൊക്കെ നോമ്പ് തുറക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ അവിടെ എത്തി. അങ്ങനെ ഇതേ ഫസ്റ്റ് തന്നെ ടേബിളിൽ അവർ നോമ്പ് തുറക്കാനുള്ള ഐറ്റംസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ പൊരിച്ച ഐറ്റംസ് ഉള്ളി ബജി, ചിക്കൻ റോൾ, പിന്നെ സമോസയാണ് ഇട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതേ ഒരു ഗ്രേപ്പ് ജ്യൂസും ഉണ്ട്, തരിക്കനി ഉണ്ട്, പിന്നെ ഒരു വാട്ടർ ബോട്ടിലും വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓൾ സെറ്റായിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ബാങ്ക് കൊടുക്കുന്നത് നോക്കിയിട്ട്. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്ത് നമ്മൾ നോമ്പ് തുറക്കലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഈത്തപ്പഴം കഴിച്ചിട്ട് തുടങ്ങി. അപ്പോൾ റുവ ബേബിക്കാണെന്നുണ്ടെങ്കിൽ കഴിക്കാൻ പറ്റിയ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവൾക്ക് മുസമ്പിയാണ് ഭയങ്കര ഇഷ്ടം കഴിക്കാനായിട്ട്. പിന്നെ ആപ്പിളും കഴിക്കും. അപ്പോൾ അതൊക്കെ കൊടുക്കായിരുന്നു കേട്ടോ. സ്നാക്സ് ഐറ്റംസിൽ ആദ്യം തന്നെ ഈ ഒരു ചിക്കൻ റോളാണ് കേട്ടോ ഞങ്ങൾ ട്രൈ ആക്കി നോക്കിയത്. അത്യാവശ്യം വലുപ്പം ക്വാണ്ടിറ്റി ഒക്കെ ഉള്ള ഒരു ചിക്കൻ റോളായിരുന്നു. പക്ഷേ ഇത്തിരി ഒരു ഹാർഡ് പോലെ തോന്നി. അതിനുശേഷം സമൂസ ട്രൈ ആക്കി നോക്കി. അതൊരു നോർമൽ കുഴപ്പമില്ലാത്ത രീതിയിലുള്ളതാണ്. പിന്നെ ഉള്ളി ബജി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പൊരിച്ച ഐറ്റംസ് ഒക്കെ കഴിച്ച് ഒന്ന് വയറ് സെറ്റായി. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ബൊഫേ കഴിക്കാനായിട്ട് പോയത്. അപ്പോൾ അവിടെ എന്തൊക്കെ ഐറ്റംസാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇത് നോക്ക്, നമ്മൾ ഫുഡ് എടുക്കാൻ വന്നപ്പോഴത്തേക്കും ഇവിടെ ഭയങ്കര വലിയ ക്യൂ ആണ്. അപ്പോൾ ആൾക്കാരിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് തന്നെ വെച്ചിരിക്കുന്നത് സൂപ്പാണ് കേട്ടോ. ചിക്കനും വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടുള്ള ഒരു സൂപ്പാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് സൂപ്പ് എടുത്തിട്ടുണ്ടായി. പിന്നെ ഇതേ ഇവിടെ 2 ടൈപ്പ് സാലഡ് ഉണ്ട്. ഒന്ന് നോർമൽ ആയിട്ടുള്ള സാലഡും പിന്നെ ഈ ഒരു സാലഡ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ചെടുത്ത്. പിന്നെ അവിടെ പപ്പടം, കച്ചമ്പർ, അച്ചാറൊക്കെ ഉണ്ട്. നെയ്ച്ചോറിലേക്കുള്ള ഐറ്റംസാണ് അതൊക്കെ.
പിന്നെ ഈ കാണുന്നത് ഫ്രഞ്ച് ഫ്രൈസ് ആണ്. ഫ്രഞ്ച് ഫ്രൈസിൽ അവരൊരു മസാല സോസൊക്കെ ഇട്ടിട്ട് ഒരു വെറൈറ്റി ആക്കിയിട്ടുള്ളതാണ് ട്ടോ. പിന്നെ ചിക്കൻ ഫ്രൈ ആണ്. ചിക്കൻ ഫ്രൈ ഞാൻ കുറച്ച് പീസസ് ഒക്കെ എടുത്തു. എനിക്കിഷ്ടമുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ എടുക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാം. ഇത് എന്താന്ന് കറക്റ്റായിട്ട് മനസ്സിലായില്ല കേട്ടോ. സാമ്പാറാന്ന് തോന്നുന്നുണ്ട്. ഇതിൽ കോളിഫ്ലവറും പൊട്ടാറ്റോ ഒക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഒരു പരിപ്പ് കറി ഒക്കെ പോലെയാണ് തോന്നിയത്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഇതേ നല്ല അടിപൊളി കപ്പ ഇരിപ്പുണ്ട്, കപ്പ പുഴുങ്ങിയത്. അതിലേക്ക് കൂട്ടാനായിട്ട് മീൻ കറി, നല്ല മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊഴിച്ചു. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് നല്ല അടിപൊളി ചമ്മന്തി വെച്ചിട്ടുണ്ട്. നല്ല എരിവുള്ള ചമ്മന്തിയാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്നും കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതേ മട്ടൻ കറിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ മട്ടൻ കറിക്ക് ഉള്ള ചോറ് എടുക്കണമല്ലോ ഫസ്റ്റ് തന്നെ. അപ്പോൾ ഞാൻ നെയ്ച്ചോറ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പുലാവ് ഉണ്ട് കേട്ടോ. പുലാവ് ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ നെയ്ച്ചോറും അതിലേക്ക് കുറച്ച് മട്ടൻ കറിയും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്തായിട്ട് പൊറോട്ട, ബട്ടർ നാൻ, പിന്നെ അപ്പം ഒക്കെ ഉണ്ട്. ഞാൻ ഫസ്റ്റ് റൈസ് എടുത്ത കാരണം അതിപ്പോൾ എടുത്തിട്ടില്ല, നെക്സ്റ്റ് ട്രിപ്പിൽ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ ഡെസേർട്ട് ഐറ്റംസ് ആയിട്ട് റവ കേസരിയും പിന്നെ ഈ ഒരു സേമിയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മൾ വന്ന് ഇതാണ് എൻ്റെ പ്ലേറ്റ്. ഈ ഐറ്റംസ് ഒക്കെ ഞാൻ എടുത്തത്. ഇതാണ് കേട്ടോ ഇക്കുവിൻ്റെ പ്ലേറ്റ്. ഇക്കു എടുത്ത ഐറ്റംസ് ആണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ അടുത്ത് തന്നെ ഇങ്ങനെ കുറേ ആൾക്കാർ ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിതൊക്കെ കഴിക്കണ വീഡിയോ എടുക്കുമ്പോൾ വല്ലാണ്ട് അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ജസ്റ്റ് ഫോൺ അവിടെ വെച്ചിട്ട് ഇങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ സൂപ്പ് ട്രൈ ചെയ്തു. സൂപ്പ് ഒരു അത്ര അടിപൊളി എന്നൊന്നും പറയാനില്ല, ഒരു ഓക്കെ ആയിട്ടുള്ളൊരു സൂപ്പാണ്. അതിനുശേഷം ഞാൻ ഫുഡ് കഴിക്കൽ സ്റ്റാർട്ട് ചെയ്തു. ഇത് കഴിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റംസ് എന്ന് പറയുമ്പോൾ കപ്പ അടിപൊളിയായിരുന്നു. കപ്പയും ചമ്മന്തിയും മീൻകറിയും കൂട്ടിയിട്ട് കഴിക്കാൻ സൂപ്പറായിരുന്നു. പിന്നെ ആ ഒരു ചിക്കൻ ഫ്രൈ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ആ പൊട്ടാറ്റോ വെച്ചിട്ടുള്ള ഐറ്റം ഉണ്ടല്ലോ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ, അതും സൂപ്പറായിരുന്നു. പിന്നെ എനിക്ക് ആ വൈറ്റ് കളറുള്ള സാലഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുകയാണ്. ബേബി അവിടെ അവരുടെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞപ്പോൾ അതിലത്തെ ഒരാൾ അവൾ എടുത്തപ്പോൾ അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല, കരഞ്ഞൊന്നുമില്ല. ചില സമയത്ത് ആരെങ്കിലും അറിയാത്ത ആൾക്കാരൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവൾ ഭയങ്കരമായിട്ട് കരയും. പക്ഷെ ഇപ്പോൾ നല്ല കുട്ടിയായിട്ട് ഇരിക്കണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇത് സെക്കൻഡ് ട്രിപ്പ് പോയി എടുത്തതാണ് ഇത്. അപ്പോൾ റൈസ് അല്ലാത്ത ബാക്കി ഐറ്റംസ് ഒക്കെ എടുത്ത് അത് കഴിച്ച് അതിന് ശേഷം നമ്മൾ പോയിട്ട് ആ 2 ടൈപ്പ് ഡെസേർട്ട് ഉണ്ടായിരുന്നില്ല അതും എടുത്ത് കഴിക്കണം കേട്ടോ. അപ്പോൾ സേമിയ കഴിച്ചു നോക്കിയപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത്യാവശ്യം മധുരവും ടേസ്റ്റും ഒക്കെ ഉള്ള ഒരു സംഭവമായിരുന്നു. പിന്നെ റവ കേസരി കുഴപ്പമൊന്നുമില്ല, ഒരു നോർമൽ ടേസ്റ്റ്. പിന്നെ അത്യാവശ്യം നമ്മളെ വയറൊക്കെ ഫില്ലായിട്ടാണ് ഇത് കഴിക്കണത്. അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും. അങ്ങനെ ഇക്കും ടേസ്റ്റ് ചെയ്തിട്ട് പറയണ്ട കേട്ടോ. ഇക്കൊന്നും സെയിം തന്നെ തോന്നിയത്. നാളെ ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് ഞാൻ വീട്ടിൽ ഒരു നോമ്പ് തുറ വെക്കുന്നുണ്ട്. ഒരു ആനിവേഴ്സറി ട്രീറ്റ് ആയിട്ട് താത്താനെയും അളിയനൊക്കെ വിളിച്ചിട്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യണതാണ്. അതിൻ്റെ കൂടെ തന്നെ അപ്പോൾ ഇക്കുന് ഞാൻ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അതൊന്നും കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ അതൊക്കെ കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണാം, വെയിറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നവരെല്ലാവർക്കും ടാറ്റ ബൈ.